ഈ ക്ലാസ്സിൽ ഒരുപാട് കുട്ടികളുണ്ടല്ലോ. അതെ, ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരുപാട് കുട്ടികളുണ്ട്. കാരണം ഈ സ്കൂളിൽ പുതുതായിട്ട് 9th സ്റ്റാൻഡേർഡിലൊക്കെ അഡ്മിഷൻ എടുക്കുന്ന എല്ലാ കുട്ടികളും പിന്നെ പുതുതായിട്ട് വരുന്ന കുട്ടികളും എല്ലാം ഞങ്ങളുടെ ക്ലാസ്സിലാണ് വരാറ്. അതുകൊണ്ട് ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരുപാട് കുട്ടികളുണ്ട്. മാത്രവുമല്ല, ഈ 9th ഡിവിഷൻസിലെല്ലാം ഉള്ള ക്ലാസ്സുകളിൽ ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷേ എങ്കിലും അതിനെക്കാട്ടിലൊക്കെ കുറച്ചുകൂടി കൂടുതലാണ് നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾ. ആണോ? പക്ഷേ എനിക്കിവരെ ആരെയും പരിചയപ്പെടാൻ പറ്റിയില്ലല്ലോ. ഓ, അതോർത്താണോ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ശരി, ഞാൻ എനിക്ക് എല്ലാവരെയും പരിചയപ്പെടുത്തി തരാം. ആദ്യം നമ്മുടെ ഫ്രണ്ട് ബെഞ്ചിരിക്കുന്ന 3 കുട്ടികളെ കണ്ടില്ലേ? അതിലൊന്ന് അടുക്കിരിക്കുന്നത് നമ്മുടെ ചങ്കത്തെയാണ്. പക്ഷേ ആ ബാക്കി 2 കുട്ടികളില്ലേ, അവർ 2 പേരും ഭയങ്കര റാഗിങ് ഒക്കെ ആയിട്ട് ക്ലാസ്സിലെ കുട്ടികളോടും ദേഷ്യപ്പെട്ട് മറ്റു ക്ലാസ്സിലൊക്കെ വഴക്കുണ്ടാക്കി നടക്കുന്ന കൂട്ടത്തിലാണ്. ഞങ്ങളെ ആരെയും അവർക്ക് 2 പേർക്കും തീരെ ഇഷ്ടമല്ല. ഓ ആണോ? അതെന്താ, നിങ്ങൾ ആ 2 പേരോടും എന്തെങ്കിലും പ്രശ്നത്തിന് പോയിട്ടുണ്ടോ? ഇല്ലടി, അതുകൊണ്ടൊന്നും അല്ല. അവർക്ക് വെറുതെ ഇരിക്കുന്നവരെ പോലും എന്തെങ്കിലുമൊക്കെ പറയുകയും ചെയ്യുകയും ദേഷ്യം വരുകയും വഴക്കുണ്ടാക്കുന്നൊക്കെ ഒരു രസം പോലെയാണ്. പക്ഷെ അതെന്താ, ഇവർക്ക് രണ്ടുപേർക്കും വട്ടാണോ അങ്ങനെ വെറുതെ കുട്ടികളുമായിട്ടൊക്കെ വഴക്കുണ്ടാക്കാൻ? അവർക്ക് എന്താ കിട്ടുന്നത്? എനിക്കറിയില്ല. അവർക്കെന്തോ അതൊരു ആനന്ദോ സന്തോഷമൊക്കെ ആണെന്ന് തോന്നുന്നു. അതല്ലേ എപ്പോഴും ഇങ്ങനെ എല്ലാവരും വേദനിപ്പിച്ചുകൊണ്ട് നടക്കുന്നേ. പക്ഷെ ഇതെന്തൊരു കഷ്ടമാ. ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ? വെറുതെ ആൾക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് എന്തിനാ? എനിക്കറിയില്ലടി, അവരെന്തേലുമൊക്കെ കാണിക്കട്ടെ. നീ ഇപ്പം അതൊന്നും മൈൻഡ് ചെയ്യാൻ പോകണ്ട. പിന്നെ നിനക്ക് നമ്മുടെ ജാനുവിനെ അറിയാമല്ലോ, നമ്മുടെ സിസ്റ്റർ. അവളെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഇല്ല. അപ്പോൾ അവളുടെ ഇപ്പുറത്തിരിക്കുന്ന കൂട്ടുകാരിനെ നിനക്കറിയാമോ? നമ്മുടെ ഫ്രണ്ടാണ്, അതായത് ബെസ്റ്റ് ഫ്രണ്ട്. എല്ലാ കോഴിത്തരത്തിനും എല്ലാ കാര്യത്തിനും അവളാണ് നമ്മുടെ കൂടെ നിൽക്കാറ്. അത്രയ്ക്കും നട്ട ചങ്കാണ് അവള്. ആണോ? എനിക്കതൊക്കെ അറിയാം. ഞങ്ങള് ബീച്ചിൽ വെച്ച് കണ്ടപ്പോൾ ജാൻവി എനിക്ക് അവളെ പരിചയപ്പെടുത്തി തന്നായിരുന്നു. അതുകൊണ്ട് നീ അവരെ 2 പേരെ ഒഴിച്ച് ബാക്കിയുള്ളവരെ എല്ലാം ഇനി പരിചയപ്പെടുത്തിതാ. ശരി. അല്ലടാ അക്ഷയ്, ഈ ക്ലാസ്സിൽ എന്താ ഇത്രയും കുട്ടികൾ? ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കണ്ടിരുന്നല്ലോ. മറ്റു ക്ലാസ്സുകളിലൊന്നും ഇത്രയും കുട്ടികളില്ലല്ലോ. നമ്മുടെ ക്ലാസ്സിൽ മാത്രം എന്താ ഒരുപാട് കുട്ടികൾ? അതെന്താന്ന് വെച്ചാൽ ഈ സ്കൂളിലേക്ക് പുതുതായിട്ട് 9th സ്റ്റാൻഡേർഡിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളെല്ലാം ഈ ക്ലാസ്സിലേക്കാണ് വരുന്നത്. എന്താണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എല്ലാവരും ഇങ്ങോട്ടേക്കാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സിൽ ഒരുപാട് കുട്ടികൾ. പക്ഷേ ഇവരെയൊന്നും എനിക്കറിയത്തില്ലല്ലോ. നീ എല്ലാവരെയും ഒന്ന് എനിക്ക് പരിചയപ്പെടുത്തി തന്നെ. എനിക്ക് ഈ ക്ലാസ്സിൽ ഫ്രണ്ടെന്ന് പറയാനും ചേട്ടനെന്ന് പറയാനും കസിനെന്ന് പറയാനും എല്ലാം നീ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തി തന്നെ. ശരി. നീ ഇതേ അറ്റത്തുള്ള ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന 2 കുട്ടികളെ കണ്ടോ? ആ കുട്ടികളിൽ ആ പർപ്പിൾ മുടിയുടെ പേരാണ് അഞ്ജു. അവൾ ഇപ്പുറത്തിരിക്കുന്ന കുട്ടിയുടെ പേര് എന്താണെന്ന് എനിക്കറിയത്തില്ല. കാരണം ആ കുട്ടിയൊന്നും നിന്നെപ്പോലെ ഇവിടെ പുതുതായിട്ട് ജോയിൻ ചെയ്തതേ ഉള്ളൂ. അതുകൊണ്ട് ആ കുട്ടീനെ എനിക്ക് ഇതുവരെയായിട്ടും പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല. ഓ ആണോ? അപ്പോൾ ഫ്രണ്ട് ബെഞ്ചിരിക്കുന്ന കുട്ടികളോ? അവരെയാണ് ഇനി മെയിനായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. നീ ആ ഫ്രണ്ട് ബെഞ്ചിരിക്കുന്നതിൽ നടുക്കിരിക്കുന്ന കുട്ടിയെ കണ്ടോ? ആ ഓറഞ്ച് മുടി ആ ബാക്ക് ബെഞ്ചിരിക്കുന്ന 2 പേരുടെയും ഫ്രണ്ടാണ്. പിന്നെ ആ ഓറഞ്ച് മുടിയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന 2 കുട്ടികളെ കണ്ടോ? അവരെയാണെടാ ഇനി മെയിനായിട്ട് പരിചയപ്പെടേണ്ടത്. അതെന്താ അവർക്ക് ഇത്ര വലിയ പ്രത്യേകത? അവർക്കെന്താ ഇത്ര വലിയ പ്രത്യേകത എന്ന് ചോദിച്ചാലേ, അവരാണ് ഈ ക്ലാസ്സിലെ മെയിൻ സംഭവം. അതുകൊണ്ട് തന്നെ അധികം കുട്ടികളൊന്നും അവരുടെ അടുത്ത് മിണ്ടാനോ സംസാരിക്കാനോ ഒന്നും നിൽക്കത്തില്ല. അതെന്താ, അവർക്ക് കൊമ്പുണ്ടോ തലയില്? ഇനി മാത്രം ഷോ ഒക്കെ കാണിക്കാൻ? എൻ്റെ അടുത്തെങ്ങാനും മുട്ട വന്നാലേ നല്ലത് ഞാൻ പറയും. അതൊന്നും വേണ്ട. നീ വെറുതെ നിന്നെ മണിക്ക് നിൽക്കുന്നത് വലിയച്ഛനും വലിയമ്മയും അമ്മയോടും അച്ഛനോട് പറഞ്ഞിരിക്കുന്നത് നിന്റെ കാര്യമെല്ലാം നോക്കിക്കോണോന്ന്. അത് അച്ഛനും അമ്മയും എന്നോട് വന്ന് പറഞ്ഞു ഞാൻ നിന്റെ കാര്യമെല്ലാം നോക്കണമെന്ന്. അതുകൊണ്ട് തന്നെ നിന്റെ ഉത്തരവാദിത്തങ്ങളും നീ ചെയ്യുന്ന കാര്യങ്ങളും പിന്നെ നീ ഏതെങ്കിലുമൊക്കെ ഏടാകുടത്തിൽ ചെന്ന് കയറിയാലും അതിനൊക്കെ ഊരിയെടുക്കാനും എല്ലാത്തിനും അച്ഛനും അമ്മയും എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. എങ്ങനെ ഞാനത് തെറ്റിച്ചാൽ എന്നെ അച്ഛനും അമ്മയും പന്നിക്കിടും. ഇല്ല, കാരണം അവൾമാർക്ക് അത് അത്യാവശ്യമാണ്. അതുകൊണ്ട് നീ അപ്പോൾ അവൾമാരെ എന്ത് പറഞ്ഞാലും ഞാൻ അതൊന്നും തടയാൻ നിൽക്കത്തില്ല, ഒന്നും ചോദിക്കാനും നിൽക്കത്തില്ല. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ ആവശ്യത്തിന് പറഞ്ഞു. പക്ഷെ അല്ലാതെ നീയായിട്ട് അവരോട് വഴക്കുണ്ടാക്കാനോ ഒന്നിനും പോകരുത്. ഓ ശരി, നീ ഇനിയിപ്പോൾ ആ കാര്യം ഒന്നും പറയാൻ നിൽക്കണ്ട. അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ശരി. നീ ഇതേ കണ്ടോ എൻ്റെ പുറകെ ഇരിക്കുന്ന 2 പെൺകുട്ടികളെ? എവിടെ? അവിടെ. നീ ഇതേ അവിടെ ഇരിക്കുന്ന 2 പെൺകുട്ടികളെ കണ്ടോ? അതിൽ ആ 2ആയിട്ട് മുടി കെട്ടിയ പെൺകുട്ടിയെ കണ്ടോ? അവള് നമ്മൾ നേരത്തെ കാണിച്ച പർപ്പിൾ മുടിയില്ലേ, അവളുടെ കസിനാണ്. ഓ. അവൾ ഇപ്പുറത്തിരിക്കുന്ന ആ ഒരു കുട്ടിയെ കണ്ടോ? അവളുടെ പേരാണ് നീതു. അവളാണ് ആ 2ആയിട്ട് മുടി കെട്ടിയവളുടെയും പിന്നെ ആ പർപ്പിൾ മുടിയുടെയും ബെസ്റ്റ് ഫ്രണ്ട്. ഓ. പിന്നെ ആ 2ആയിട്ട് മുടി കെട്ടിയിരിക്കുന്നവളുടെ പേരാണ് ജാൻവി. ഓ. നീ ഇതെന്താ എന്ത് പറഞ്ഞാലും ഓ ഓ ഓ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. ഒരു അർജന്റായിട്ടുള്ള കാര്യം പറയുമ്പോഴേ അവൻ്റെ ഒരു ഓ ഓ ഓ. ഒരു വർഷം മുഴുവൻ നമ്മുടെ കൂടി ക്ലാസ് ഇരിക്കേണ്ടവരുടെ പേരാണ് പറഞ്ഞു തരുന്നത്. അവരെ പരിചയപ്പെടുത്തുമ്പോഴാണ് നീ ഇങ്ങനെ ഓ ഓ എന്ന് വെച്ചോണ്ടിരിക്കുന്നത്. അത് പിന്നെ സോറി, എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിച്ചു. എത്ര നേരമാണെന്ന് വിചാരിച്ചു ഇങ്ങനെ പരിചയപ്പെടുന്നത്? ഇപ്പോൾ തൽക്കാലം പരിചയപ്പെട്ടവരെയൊക്കെ അറിഞ്ഞിരുന്നാൽ മതി. ബാക്കിയുള്ളവരെല്ലാം ഞാൻ വഴിയെ പരിചയപ്പെട്ടോളാം. ശരി, നിനക്ക് ബോറടിയാണെങ്കിൽ ഞാനും നിന്നെ നിർബന്ധിച്ച് പറയുന്നത്. അല്ലടാ, നിനക്ക് ഈ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? അത് പിന്നെ ഇപ്പം എങ്ങനെയാടാ പറയുന്നത്? എല്ലാവരും ഒന്ന് പരിചയപ്പെട്ട് എല്ലാവരുമായിട്ടൊക്കെ ഒന്ന് മിങ്കിളായി ഭയങ്കര അടുപ്പത്തിലൊക്കെ ആകുമ്പോഴല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം പറയാം.
ഓഹോ, അങ്ങനെ പരിചയപ്പെട്ട് വരാൻ നിനക്ക് എത്ര ദിവസം എടുക്കും? ഏകദേശം ഒരു 2 ദിവസം. ആ, അത് കൊള്ളാലോ. ശരി ശരി. അല്ലടാ, ഇതുവരെയായിട്ടൊന്നും മിസ് വരാത്തേ?